Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രോണിക്സിന്റെ വീഡിയോ ആണ്. ഇന്ന് നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്ന പ്രോഡക്റ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങാനായിട്ട് ഞങ്ങളുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. നമ്മുടെ ഷോപ്പ് വരുന്നത് പാലായിലാണ്, കോട്ടയം ജില്ലയാണ്. ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പാലായിൽ കുരിശുപള്ളിക്കും ടൗൺ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനും മധ്യേ മെയിൻ റോഡ് സൈഡിലാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ്സ് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ പ്രോഡക്റ്റ്സ് അയച്ചു തരുന്നതായിരിക്കും. സ്ക്രീനിൽ തന്നിരിക്കുന്ന ലാൻഡ് ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഇപ്പോൾ ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ്, നമ്മുടെ പോർട്ടബിൾ ടാപ്പ് ഇൻസ്റ്റൻറ്റ് ഹീറ്റർ. ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നമുക്ക് മൂവിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഇതിന് മുമ്പും നമ്മളിത് വീഡിയോയിൽ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 1.5 ലിറ്ററിൻ്റെ ഒരു പോർട്ടബിൾ മിനി വാട്ടർ ഹീറ്ററാണ് കേട്ടോ. നമുക്ക് ഡയറക്റ്റായിട്ട് ഇപ്പോൾ നമ്മുടെ കിച്ചണിൽ വേണമെങ്കിൽ അങ്ങനെ, ബാത്റൂമിൽ വേണമെങ്കിൽ അങ്ങനെ, എവിടെ വേണമെങ്കിലും നമുക്കിത് ഫിറ്റ് ചെയ്യാം. നമുക്ക് തന്നെ പിടിപ്പിക്കാവുന്ന കേസേ ഉള്ളൂ, നമുക്ക് തന്നെ ഇത് ഫിറ്റ് ചെയ്യാവുന്ന സംഗതിയേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് 2 ആണി അടിച്ച് നമുക്കിത് ഹാങ് ചെയ്തിടാനായിട്ട് പറ്റും. ഇതിൻ്റെ ബാക്കിൽ ഹോളുണ്ട്, നമുക്ക് ഹാങ് ചെയ്തിടാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ടാപ്പിലേക്ക് പിടിപ്പിക്കാനായിട്ടുള്ള ഒരു ഹോസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഹോസ് നമുക്ക് നമ്മുടെ ടാപ്പിലേക്ക് പിടിപ്പിക്കുക. ഈ പ്രോഡക്റ്റ് നമ്മൾ ഹാങ് ചെയ്തിടുന്നു. പ്ലഗ് പവറിൽ കൊടുത്ത് ഓൺ ആക്കുക. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ചൂടുവെള്ളം കിട്ടാനായിട്ടുള്ള ഒരു ഹീറ്ററാണിത്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കും. ഇപ്പം നമുക്ക് കിച്ചണിലൊക്കെ ആണെങ്കിലും മെഴുക്ക് പുരണ്ട പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യാനായിട്ട് ചൂടുവെള്ളം ആവശ്യം വരും. അപ്പോൾ നമ്മുടെ കയ്യിൽ പിടിക്കാവുന്ന ആ ഒരു ചൂടിലാണ് ഇതിനകത്തുനിന്ന് നമുക്ക് ഹോട്ട് വാട്ടർ കിട്ടുന്നത്. അല്ലാതെ തിളച്ച വെള്ളമല്ല, ഇൻസ്റ്റൻ്റ് ആയിട്ട് ഹോട്ട് വാട്ടർ കിട്ടും. 1.5 ലിറ്ററാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇതിൻ്റെ വാട്ട്സ് വരുന്നത് 3000 വാട്ട്സ് ആണ്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇത് കൊണ്ടുപോകാനായിട്ട് പറ്റും. നമ്മുടെ ബാത്റൂമിൽ യൂസ് ചെയ്യാം, കിച്ചണിൽ യൂസ് ചെയ്യാം, ഔട്ട്ഡോർ യൂസ് ചെയ്യാം, എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് വാട്ടർ ഹീറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ MRP വരുന്നത് 2490 രൂപയാണ്. നമ്മുടെ റേറ്റ് വരുന്നത് 2000-നും താഴെയാണ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് വേണ്ടവർ ഒന്നെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് അയച്ചു തരുന്നതായിരിക്കും. ഈ ഒരു പ്രോഡക്റ്റിന് 1 ഇയർ വാറണ്ടിയും ഉള്ളതാണ്. പിന്നെ വന്നിരിക്കുന്നത് FM USB പ്ലെയർ ആണ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് FM റേഡിയോ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ USB നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ വിത്ത് സ്പീക്കറാണ് ഇത് വരുന്നത്, ഇൻബിൽറ്റ് സ്പീക്കറാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇതിൽ തന്നെ ഒരു സ്പീക്കറുണ്ട്. നമുക്ക് ആ സ്പീക്കർ വെച്ച് ഇത് പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് 2 സ്പീക്കർ ഔട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ FM USB പ്ലെയർ. ഇതിനകത്ത് നമുക്ക് USB കുത്താനുള്ള ഓപ്ഷൻ ഉണ്ട്, മെമ്മറി കാർഡിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനത്തെ ഒരു ഡിസ്പ്ലേ ഉണ്ട്, നമുക്ക് നല്ല LED ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ 2 വോളിയം കൺട്രോൾ ഉണ്ട്, വോളിയം, ബാസ് ആൻഡ് ട്രിബിൾ. പിന്നെ ഇതിനുള്ള പ്രത്യേകത, ഇതിനകത്ത് ഇൻബിൽറ്റ് സ്പീക്കർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഡയറക്റ്റ് ACയിൽ കൊടുക്കാം. അപ്പോൾ ഈ സ്പീക്കറിൽ കൂടെ തന്നെ നമുക്കിത് കേൾക്കാനായിട്ട് പറ്റും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ 2 സ്പീക്കർ കണക്ടറും കൂടെ അവൈലബിൾ ആണ്. നമുക്ക് പുറത്തുനിന്ന് 2 സ്പീക്കറും കൂടെ അറ്റാച്ച് ചെയ്യാം. 12 വോൾട്ട് ബാറ്ററിയിലും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. FM USB പ്ലെയർ. ഇതൊക്കെ റേറ്റ് വരുന്നത് 1000-ന് താഴെയാണ്. പിന്നെ വന്നിരിക്കുന്നത് സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്, 4040 സ്റ്റീരിയോ ആംപ്ലിഫയർ. അപ്പോൾ ഇതും USB മെമ്മറി കാർഡ് ഓപ്ഷൻ ഉണ്ട്, ബ്ലൂടൂത്ത് ഓപ്ഷൻ ഉണ്ട്, റിമോട്ട് ഉണ്ട്, 4 സ്പീക്കറും കൊടുക്കാം. അത്രയും ഓപ്ഷനുള്ള ഒരു ആംപ്ലിഫയർ ആണിത്. വാട്ട്സ് വരുന്നത് 80 വാട്ട്സ്, 4040. പിന്നെ വന്നിരിക്കുന്നത് നമുക്ക് ഇൻ്റർനാഷണൽ അഡാപ്റ്ററാണ്, വിത്ത് USB പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് USB പോർട്ട് ഉള്ളതുകൊണ്ട് ഇല്ലാത്തതും ഉണ്ട്. ഇപ്പോൾ ആവശ്യം വന്നിരിക്കുന്നത് 2 USB പോർട്ടുള്ള ഇൻ്റർനാഷണൽ പ്ലഗാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇങ്ങനത്തെ ഇത്രയും പ്ലഗുകൾ അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്ലഗ്സ് ഇതിൽ അവൈലബിൾ ആണ്. ആൻഡ് 2 USB പോർട്ടും അവൈലബിൾ ആണ്. അടുത്തത് AC കോഡാണ്, ഫിലിപ്സ് AC കോഡ്. അപ്പോൾ ഫിലിപ്സ് AC കോഡ് AC കോഡ് 2 ടൈപ്പ് ഉണ്ട്, ഫിലിപ്സിൻ്റെ ഉണ്ട്, പാരാസ് ഉണ്ട്. അപ്പോൾ ഫിലിപ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എൻഡിൽ 2 വെട്ട് കാണും, പാരാസിൻ്റെ ആണെങ്കിൽ ഒറ്റ വെട്ടേ കാണത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ സാധാരണ റേഡിയോയ്ക്കൊക്കെ വരുന്നത് ഈ ഫിലിപ്സ് AC കോഡാണ്. പിന്നെ വന്നിരിക്കുന്നത് HDMI കേബിൾ, 1.5 മീറ്ററിൻ്റെ HDMI കേബിൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 3 മീറ്ററിൻ്റെ HDMI കേബിൾ വന്നിട്ടുണ്ട്.
ഇതുപോലെ തന്നെ നമുക്ക് 5 മീറ്ററിൻ്റെ HDMI കേബിൾ അവൈലബിൾ ആണ്, 10 മീറ്ററിൻ്റെ അവൈലബിൾ ആണ്. മാക്സിമം 10 മീറ്റർ വരെയാണ് വരുന്നത്. ഇനി അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ HDMI കണക്ട് ചെയ്യാനുള്ള കണക്ടറും നമുക്ക് അവൈലബിൾ ആണ്. ആ കണക്ടർ വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് വന്നിരിക്കുന്നത് ക്ലോക്കിൻ്റെ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ക്ലോക്കിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുമ്പം അതിൻ്റെ കൂടെ അതിൻ്റെ വാഷർ അവൈലബിൾ ആണ്, അതിൻ്റെ സൂചി അവൈലബിൾ ആണ്. ഇത്രയാണ് വരുന്നത് ക്ലോക്ക് മൂവ്മെൻറ്റ്. അടുത്തത് വന്നിരിക്കുന്നത് കമ്പ്യൂട്ടർ കോഡാണ്. പിന്നെ റിമോട്ട്. ഇന്ന് റിമോട്ടിൻ്റെ എണ്ണം വളരെ കുറവാണ്. സാധാരണ ഒരുപാട് റിമോട്ടൊക്കെ വരുന്നതായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് വന്നിരിക്കുന്നത് AC റിമോട്ട് വന്നിട്ടുണ്ട്. ഇത് ഓർഡറാണ്. പിന്നെയുള്ളത് LED TV. ഇതൊരു കോമൺ റിമോട്ടാണ്, കുറേ എണ്ണത്തിനൊക്കെ ഒരുപോലെ വരുന്ന റിമോട്ടാണ്. അത് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് വന്നിരിക്കുന്നത് ഇത് ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ്. അപ്പോൾ പുതിയതായിട്ട് ഉഷയുടെ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് വന്നിരിക്കുന്നത് ഐബെല്ലിൻ്റെ. അപ്പോൾ ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ എല്ലാ പാത്രങ്ങളും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടിവശം പരന്നിട്ടുള്ള ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഇതിനകത്ത് കോയിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പാത്രങ്ങളും യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇങ്ങനത്തെ ഗ്രില്ലിംഗ് ഓപ്ഷനും കൂടി ഉണ്ട്. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇങ്ങനെ ഒരു ഗ്രില്ല് നമുക്ക് ഈ കൂടെ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രില്ലിംഗ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിൻ്റെ നോബ് റെഗുലേറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ വാട്ട്സ് റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് വാട്ട്സ് വരുന്നത് 2200 വാട്ട്സ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ഭക്ഷണമാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കി അതനുസരിച്ച് നമുക്ക് ഈ നോബ് തിരിച്ച് ഇതിൻ്റെ വാട്ട്സ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ LED ഡിസ്പ്ലേ ഉണ്ട്. 1 വർഷമാണ് ഇതിൻ്റെ വാറണ്ടി വരുന്നത്. ഇതിൻ്റെ ഒരു MRP വരുന്നത് 4850. അപ്പോൾ നമുക്ക് ഓഫർ അവൈലബിൾ ആണ്. ഇത് ഉഷയുടെ പ്രോഡക്റ്റ്. ഇതിനകത്ത് 4 പ്രീസെറ്റ് മെനു ആണ് ഇത് പറയുന്നത്. പിന്നെയുള്ളത് ഐബെല്ലിൻ്റെ തന്നെ ഐബെല്ലിൻ്റെയും ഇൻഫ്രാറെഡ് കുക്ക് ടോപ്പ് വന്നിട്ടുണ്ട്. ഇതും ഇങ്ങനെ എല്ലാ പാത്രങ്ങളും യൂസ് ചെയ്യാം. ഗ്രില്ലിംഗ് ഓപ്ഷൻ ഉണ്ട്. ഗ്രില്ല് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. 2000 വാട്ട്സ് ആണ് പവർ വരുന്നത്. ക്രിസ്റ്റൽ ഗ്ലാസ് പ്ലേറ്റ് ആണ്. അതുപോലെ ടെമ്പറേച്ചർ കൺട്രോൾ നോബുണ്ട്. 1 ഇയർ ആണ് വാറണ്ടി വരുന്നത്. ഇതിൻ്റെ MRP വരുന്നത് 4999. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ക്രോംപ്ടൻ്റെ ഇൻഡക്ഷൻ സ്റ്റൗ ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അത് 2 ടൈപ്പാണ് വന്നിരിക്കുന്നത്. അതായത് അതിൻ്റെ വാട്ട്സിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് ക്രോംപ്ടൻ്റെ ഇൻഡക്ഷൻ സ്റ്റൗ 2 ടൈപ്പാണ് വന്നിരിക്കുന്നത്. 1600 വാട്ട്സിൻ്റെ ഉണ്ട്, 2000 വാട്ട്സിൻ്റെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ റേറ്റിന് വ്യത്യാസം വരും. 1 ഇയർ ആണ് വാറണ്ടി വരുന്നത്. ഇതാണ് 2000 വാട്ട്സിൻ്റെ. ഇത് 1600 വാട്ട്സിൻ്റെ. വാട്ട്സിലുള്ള വ്യത്യാസമാണ് മെയിനായിട്ടുള്ളത്. ബാക്കിയൊക്കെ എല്ലാം ഏകദേശം സെയിം ആണ്. LED ഡിസ്പ്ലേ ഉണ്ട്. ടച്ച് ഓപ്ഷനാണ്. രണ്ടിനും 1 വർഷമാണ് വാറണ്ടി ഉള്ളത്. 1600 വാട്ട്സിൻ്റെ MRP വരുന്നത് 4000-ഉം 2000 വാട്ട്സിൻ്റെ MRP വരുന്നത് 4800-ആണ്. MRP ആണ് കേട്ടോ എല്ലാം പറയുന്നത്. നമ്മുടെ റേറ്റ് ഇതിൽ കുറവാണ്. അപ്പോൾ റേറ്റ് അറിയാനും പ്രോഡക്റ്റ് വാങ്ങാനും ഒക്കെ ആയിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വന്നിരിക്കുന്നത് സെബ്രോണിക്സിൻ്റെ ഹോം തിയേറ്ററാണ്. 2.1 ഹോം തിയേറ്ററാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ബ്ലൂടൂത്ത് ഉണ്ട്, റിമോട്ട് അവൈലബിൾ ആണ്, FM റേഡിയോ ഉണ്ട്. അങ്ങനെ എല്ലാ ഫങ്ഷനും ഉള്ള ആണിത്. 40 വാട്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. മാക്സിമം സപ്പോർട്ടഡ് മെമ്മറി എന്ന് പറയുന്നത് 32 GB ആണ്. അപ്പോൾ ഇത്രയാണ് ഈ പ്രോഡക്റ്റിനെ പറ്റി പറയാനുള്ളത്. ഇതിൻ്റെ MRP വരുന്നത് 2999. അപ്പം നമുക്ക് അതിലും താഴെയാണ് നമ്മുടെ റേറ്റ്. അപ്പോൾ ഇത്തരം പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങാനായിട്ട് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. പ്രോഡക്റ്റ് അയച്ചു തരണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.